വയനാട് ആറംഗ കൊട്ടേഷൻ കവർച്ചാ സംഘം പിടിയിൽ. മഹാരാഷ്ട്രയിൽ 1.5 കോടിയോളം രൂപ കവർച്ച നടത്തിയ പ്രതികളാണ് പിടിയിലായത്. കേരളത്തിലേക്ക് കടന്ന പാലക്കാട് സ്വദേശികളെയാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. ഷഹദ് റഹ്മാൻ വയനാട് ചെയ്യുന്നു. ഷഹദ്, മഹാരാഷ്ട്രയിൽ പോയി കവർച്ച നടത്തി വീണ്ടും കേരളത്തിലെത്തി പാലക്കാട് സ്വദേശികൾ എങ്ങനെ വയനാട്ടിലെത്തി, എന്താണ് വിവരങ്ങൾ? സുഹൈല്, ഈ പിടിയിലായിട്ടുള്ള ആളുകൾ ലഹരി, അതുപോലെ തന്നെ വധശ്രമം തുടങ്ങി കവർച്ച തുടങ്ങി വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇവർ വയനാട്ടിലേക്ക് കടന്നുവെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവരെ ഇവിടെ നിന്നും പിടികൂടുന്നത് എന്നുള്ളതാണ്. കേരളത്തിലേക്ക് കടന്ന ഇവർ പാലക്കാട് സ്വദേശികളാണ്. ഇവരെ അതിസാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. മഹാരാഷ്ട്ര പോലീസിന് അതായത് കേരള പോലീസ് ഇവരെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നന്ദകുമാർ, അതുപോലെ അജിത് കുമാർ, സുരേഷ്, വിഷ്ണു, ജിനു, കലാധരൻ എന്നിവരെയാണ് ഹൈവേ പോലീസും കൽപ്പറ്റ പോലീസും ചേർന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 1.5 കോടിയോളം രൂപ കവർച്ച നടത്തിയ പ്രതികളാണ് ഇവർ എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന് പുറമെയാണ് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കവർച്ച, അതുപോലെ തന്നെ വധശ്രമം. ഷഹദ്, വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ വയനാട് പോലീസ് ഇവരെ പിടികൂടിയത് മഹാരാഷ്ട്ര കേസുമായി ബന്ധപ്പെട്ടാണോ, അതോ നിലവിൽ കേരള ജുറിസ്ഡിക്ഷനുള്ള ഏതെങ്കിലും സ്റ്റേഷൻ പരിധിയിലെ മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടായിരുന്നോ? അതായത് മഹാരാഷ്ട്രയിലെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് വയനാട് പോലീസ് ഇവരെ പിടികൂടുന്നത്. കാരണം മഹാരാഷ്ട്ര പോലീസിന് ഇവർ വയനാട്ടിലേക്ക് കടന്നു എന്ന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വയനാട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. ഇങ്ങനെയാണ് അതായത് പോലീസ് പരിശോധനയ്ക്കിടെ ഇവരെ കണ്ടെത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്യുന്നത്. പിന്നീട് മഹാരാഷ്ട്ര പോലീസ് ഇവിടെ എത്തുകയും മഹാരാഷ്ട്ര പോലീസിന് ഇവിടുത്തെ അന്വേഷണ സംഘം ഇവരെ കൈമാറുകയും ചെയ്യുകയായിരുന്നു. വ്യക്തമാണ്. ഷഹദാണ് വിശദാംശങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ ചെന്ന് 1.5 കോടി രൂപ കവർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലെത്തി ഒടുക്കം വയനാട്ടിൽ കേരള പോലീസിന്റെ പിടിയിലായി. പ്രതികളെ മഹാരാഷ്ട്ര പോലീസിന് കൈമാറിയിട്ടുണ്ട്.